മലബാറിലെ വികസനം ഇനി എത്രയോ ദൂരം പോകട്ടെ. സോളിഡാരിറ്റി ഇങ്ങനെ ചർച്ച വിളിച്ചു കൂട്ടിയതിൽ തെറ്റില്ല. കൂട്ടായ്മ വേണം, പ്രക്ഷോഭം വേണം. ഞങ്ങളൊക്കെ കൂടുകയും ചെയ്യും. കാരണം ഞങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പുകച്ചം പറയേണ്ട കാര്യം? ഞങ്ങളിവിടെ അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടിയുടെ ആളുകളാണ്. ഞാൻ 7 കൊല്ലം മിനിസ്റ്ററാണ്. ഞങ്ങളുടെ പാർട്ടി മാറിയും മറിഞ്ഞു ഇവിടെ അധികാരം പങ്കിട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ നാട്ടിൽ ഇത്രയും കാലം ഭരിച്ചു വന്നതുകൊണ്ട് ഈ രാജ്യത്തെ വികസനമെല്ലാം നേരായി എന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അങ്ങനത്തെ ദുരഭിമാനത്തിൻ്റെ കാര്യമില്ല. ഞങ്ങൾ ഭരിച്ചിട്ടും ഇവിടെ ഗ്യാപ്പുണ്ട്. യാഥാർത്ഥ്യമാണ്. നിഷേധിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിന് വിമർശകന്മാർ പറയുന്ന വിമർശനത്തിന് ഞാൻ വേറെ മറുപടി പറയാം. പക്ഷേ യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. ഈ വിഷയം അവതരിപ്പിച്ചതിൽ പറഞ്ഞതും നിങ്ങളിന്ന് രാവിലെ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് മലബാറിൽ വളരെ പിന്നോക്കാവസ്ഥയുണ്ട്. സാമ്പത്തിക രംഗത്ത് നിങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കാര്യം എടുത്താൽ ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ജില്ല ഈ മലബാർ ജില്ലകളാണ്. മലപ്പുറം ജില്ലയാണ്. പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും പിന്നിലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. പല ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്ററും വെച്ച് നോക്കുകയാണെങ്കിൽ മലബാർ വളരെ പിന്നിലുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. ഇവിടെ നിന്ന് രാവിലെ തന്നെ നമ്മുടെ ഇവരെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള വിഷയത്തിൽ മലബാറിന് ചരിത്രപരമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥയുണ്ട്. തിരുവിതാംകൂറിന് അതിൻ്റേതായിട്ട് ചില പ്ലസ് പോയിൻ്റുണ്ട്. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഒരു ചരിത്രപരമായ പശ്ചാത്തലത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. കേരളപ്പിറവിക്ക് മുമ്പ് ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന മലബാർ പ്രദേശങ്ങളും തിരുവിതാംകൂറിലെ സംഭവങ്ങളും രണ്ടും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഗസർഗസൊക്കെ അറിയാം. കോളേജിൻ്റെയൊക്കെ കാര്യത്തിൽ മലബാർ വരുന്ന സമയത്ത് കേരളത്തിലെ ആകെ കോളേജുകളിൽ ഒരു 70% തെക്കായിരുന്നു. വടക്കുണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. അത് അന്നത്തെ അതാണ് നിങ്ങൾ രാവിലെ ചർച്ച ചെയ്ത പേപ്പറിൽ അതുണ്ടാവുന്നതാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പിന്നീട് വന്ന ഭരണാധികാരികളുടെ ജോലി വളരെ പിന്നിൽ നിൽക്കുന്ന ഈ സ്ഥിതി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിരാശയുടെ കാര്യമില്ല. ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും പ്ലാനിങ്ങിന് നിൽക്കുന്ന സമയത്ത് വേണ്ടത് വസ്തുത മനസ്സിലാക്കുകയാണ്. വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ. അല്ല ശരിയാവില്ല. ഇവിടെ എല്ലാം പിന്നിലാണോ? ഇവിടെ എല്ലാം പിന്നിലല്ല. വളരെയേറെ പിന്നിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം ഞാൻ കൈകാര്യം ചെയ്തൊരു സംഗതിയാണ്. അതിന് മറ്റാരെക്കാളും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ സുഹൃത്തോട് അതിനെപ്പറ്റി പറയുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വർക്ക് ചെയ്ത ആളുകളായി ഇരിക്കുന്നവരൊക്കെ ഈ വിഷയം ഞാൻ ബഹാദുദ്ദീൻ സാഹിബ് ഇവിടെ അവതരിപ്പിച്ച പേപ്പർ ഞാൻ നോക്കി. ബഹാദുദ്ദീൻ സാഹിബ് അവതരിപ്പിച്ച പേപ്പറിൽ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ കാര്യത്തിലാണ്. മറ്റ് വിദ്യാഭ്യാസപരമായിട്ടുള്ള മലബാറിലെ പശ്ചാത്തലങ്ങൾ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലത്ത് നേടിയില്ല? വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ പാർട്ടിയാണ്. CH തൊട്ട് എല്ലാവരും. ഈ മലബാറിലെ വിദ്യാഭ്യാസ രംഗം ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മലബാറിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിലപ്പെട്ട സംഭാവനകളായില്ലെന്ന് ആര് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ട്. കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് മാത്രമല്ല, കേരളപ്പിറവിക്ക് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ മലബാർ ജില്ലകളിൽ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് വസ്തുതകളുണ്ട്. സമയം ചുരുക്കമാണ്. 20 മിനിറ്റോളം ഞാൻ വളരെ ചുരുക്കാം. എൻ്റെ കയ്യിലുള്ളത് കേരളത്തിലെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സാണ്. അതിലേക്ക് ഒന്നും വിശദമായിട്ട് കടക്കാൻ സമയമില്ല. എക്കണോമിക് റിവ്യൂവിൽ ഡിസ്ട്രിക്ട് വൈസ് മാനേജ്മെൻറ്റ് വൈസ് നമ്പർ ഓഫ് സ്കൂൾസ് ഇൻ കേരള 2006-2007 കേരളത്തിലുള്ള സ്കൂളുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ LP, UP, ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ് 989 സ്കൂൾ. കൊല്ലം 924, അങ്ങനെ പോവുകയാണ്. പത്തനംതിട്ട 735, അങ്ങനെ വന്ന് എറണാകുളം 1014, തൃശ്ശൂർ 1011, പാലക്കാട് 962, മലപ്പുറം 1472, കോഴിക്കോട് 1239. ഹയസ്റ്റ് നമ്പർ ഓഫ് സ്കൂൾസ് മലപ്പുറം ജില്ലയിലും. അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ജില്ലയിലും. ആരാണ് കൊടുത്തത്? ഏത് വെല്ലുവിളിയെ നേരിടാൻ ഞാൻ ഒരുക്കമാണ്. ഈ നാട്ടിൽ നിന്നുള്ള സ്കൂളുകളുടെ ഒരു 90% UDF മന്ത്രിസഭയിൽ ലീഗ് അധികാരത്തിൽ നിന്ന സമയത്ത് കൊടുത്തതാണ്. പോരായ്മ ഉണ്ടാവും. ആ പോരായ്മ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വസ്തുതകളെ
ആർക്കും നിഷേധിക്കാൻ ഒക്കില്ല. ദെൻ കേരള സിലബസ് അല്ലാത്ത സ്കൂൾ, CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയ, ജവഹർ വിദ്യാലയ, ഇതിൽ നമ്മുടെ വലിയ പങ്കൊന്നുമില്ല. പക്ഷേ നമ്മൾ NOC കൊടുക്കണം. ഈ CBSEയിൽ തിരുവനന്തപുരത്ത് 51 സ്കൂളുണ്ട്, കൊല്ലത്ത് 30 സ്കൂളുണ്ട്, പത്തനംതിട്ടയിൽ 26 സ്കൂളുകൾ വന്നിട്ട് മലപ്പുറം ജില്ലയിൽ 56 സ്കൂളുണ്ട്, കോഴിക്കോട് ജില്ലയിൽ 44 ഉണ്ട്. ഓൾമോസ്റ്റ് ഈക്വൽ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം NOC കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. ഗവൺമെൻറ് സ്കൂളിലെ ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് സ്കൂളിലെ ഇൻഫ്രാസ്ട്രക്ചർ, ഡീറ്റെയിൽസ് ഓഫ് സ്കൂൾസ് ഹാവിംഗ് ബിൽഡിംഗ് ഫെസിലിറ്റീസ് കേരള 2006-2007. തിരുവനന്തപുരത്ത് 480 സ്കൂൾ പക്ക ബിൽഡിംഗ്, മലപ്പുറത്ത് 545 സ്കൂളിൽ പക്ക ബിൽഡിംഗ് ഉണ്ട്, കോഴിക്കോട് 324 സ്കൂളുണ്ട്. അതിലും സ്കൂളിന് എണ്ണം കൂടിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ ഉയർന്നു. ഇനി നിങ്ങൾക്കെല്ലാം ഒറ്റയടിക്ക് ബോധ്യമാകുന്ന ഒന്ന് രണ്ട് കാര്യം കൂടി, ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഞാൻ നോക്കാത്ത സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം. നമ്പർ ഓഫ് കോളേജസ് യൂണിവേഴ്സിറ്റി വൈസ് ബ്രേക്കപ്പ്. യൂണിവേഴ്സിറ്റി വൈസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2007. കേരള യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് 9, എയ്ഡഡ് 37, ടോട്ടൽ 46, അൺഎയ്ഡഡ് 15. കാലിക്കറ്റ് ഗവൺമെൻറ് 17, എയ്ഡഡ് 45, ടോട്ടൽ 62, അൺഎയ്ഡഡ് 58. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 7, 56, 63, 54. കണ്ണൂർ ഗവൺമെൻറ് 6, എയ്ഡഡ് 12, ടോട്ടൽ എയ്ഡഡ് 12, അൺഎയ്ഡഡ് 26. ഓ, പോപ്പുലേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ കൂടുതൽ കിട്ടുന്നത്. അത് കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണ്. പോപ്പുലേഷൻ വൈസാണ് ഞാൻ പറയുന്ന പോയിന്റ് ഉണ്ട്. അതെല്ലാം ഞാൻ എന്ത് സ്റ്റാറ്റിസ്റ്റിക്സാണ് ഉദ്ധരിക്കുന്നത്, നിങ്ങൾ ഫീഡ് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ആരും ക്ഷുഭിതരായിട്ട് കാര്യമില്ല. ഭരിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി എൻ്റെ പാർട്ടിയുടെ സംഭാവനയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ഷോഭിച്ചതുകൊണ്ട് കാര്യമില്ല. അത് ഈ വസ്തുതയാണ്. ഇത് നിഷേധിക്കാൻ കുറേ ആൾ വേണ്ടി രാജ്യത്ത്. അതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കൂട്ടിയാൽ MG യൂണിവേഴ്സിറ്റിയിലുള്ളതിനേക്കാൾ കേരള യൂണിവേഴ്സിറ്റിയിലുള്ളതിനേക്കാൾ കോളേജുകളുണ്ട്. രണ്ടാമത് ഇവിടെ സംശയം ഉണ്ടായേക്കാം. എന്താണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ? ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ 72 സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. ഡിസ്ട്രിക്ട് വൈസ് ബ്രേക്കപ്പ് എക്കണോമിക് റിവ്യൂവിലില്ല. അതേസമയത്ത് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി വൈസ് നമ്പർ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള 2007. യൂണിവേഴ്സിറ്റി ഓഫ് കേരള 19, മഹാത്മാഗാന്ധി 22, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 18, കണ്ണൂർ യൂണിവേഴ്സിറ്റി 5, കുസാറ്റ് 18, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി 2. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹയസ്റ്റ്. ഇതെല്ലാം അംഗീകരിക്കാതിരിക്കേണ്ട കാര്യമുണ്ട്. പോപ്പുലേഷൻ ഉണ്ട്. പോപ്പുലേഷൻ വൈസ് ബ്രേക്കപ്പ് പ്രകാരം പണ്ടുണ്ടായിരുന്നില്ല. അത് കറക്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ അവകാശവാദം. ഇവിടെ ലീഗ് അധികാരത്തിൽ നിന്നിട്ട് എന്ത് ചെയ്തു എന്ന് ഒറ്റ വാക്ക് അങ്ങ് ചോദിച്ചു പോകുന്നില്ല എല്ലാവർക്കും. ഇനി മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ആരാണ് ഈ കോളേജ് കൊടുത്തത്? മലബാർ ജില്ല തൃശ്ശൂർ 30+2 32 കോളേജുണ്ട്. അത് ഇത് 82 മുമ്പുള്ള കണക്കാണ്. ബാക്കി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം UDF LDF സംവിധാനം വരുന്നത് 82-ലാണ്. ഈ 30+2 എന്ന് പറഞ്ഞാൽ 30 UDF ഗവൺമെൻറ് കാലത്തും 2 LDF ഗവൺമെൻറ് കാലത്തുമാണ് തൃശ്ശൂർ ജില്ലയിൽ കോളേജ് കൊടുത്തത്. പാലക്കാട് 30 UDFിൻ്റെ കാലത്ത് 2 LDFിൻ്റെ കാലത്ത്, കാലിക്കറ്റ് 50 UDFിൻ്റെ കാലത്ത് 4 LDFിൻ്റെ കാലത്ത്, വയനാട് 10 UDFിൻ്റെ കാലത്ത് 1 LDFിൻ്റെ കാലത്ത്, കാസർഗോഡ് 19 UDFിൻ്റെ കാലത്ത് 1 LDFിൻ്റെ കാലത്ത്, കണ്ണൂർ 41 UDFിൻ്റെ കാലത്ത് 6 LDFിൻ്റെ കാലത്ത്. ഞാൻ അമിതമായൊരു അവകാശവാദം പറയുന്നില്ല. ഞങ്ങളുടെ പാർട്ടി അതെ മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ ഒന്നാമത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ അത് ഡോക്ടർ അതിൻ്റെ കണക്ക് അദ്ദേഹം പറഞ്ഞ് ശരിയാണ്. അത് 7 എണ്ണം ഇപ്പുറമാണ്, 6 എണ്ണം ഇപ്പുറമുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തും ചെയ്യാം. മലബാറിനെ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ
എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ വസ്തുതകളെ വളച്ചൊടിക്കരുത്. മലബാറിനെ പ്രതിനിധീകരിച്ചിരുന്ന മന്ത്രിമാരും പാർട്ടികളും എന്തു ചെയ്തുവെന്ന് നിരർത്ഥകമായി ചോദിച്ച് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഇവിടെ ഇരിക്കുന്നില്ല, ഇവരൊക്കെ ഡിഗ്രി ഹോൾഡേഴ്സാണ്. ഞാനാണ് കുറച്ചുകൂടി പിന്നോക്കം. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും വന്നിട്ടില്ലായിരുന്നെങ്കിൽ മലബാറിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഞാൻ വിനീതമായിട്ട് പറയട്ടെ, എൻ്റെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ മനോമുഖരത്തിൽ ഉയർന്നു വന്ന അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ചൈൽഡാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എളിയ അണിയായിട്ട് ഞാൻ മന്ത്രിയായ സമയത്താണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നത്. എന്തിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നത്? CH എന്തിനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്? മലബാറിലെ വിദ്യാഭ്യാസ വികസനം ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പൂർത്തിയാക്കണമെങ്കിൽ മലബാറിൽ ഒരു യൂണിവേഴ്സിറ്റി വേണമെന്ന് CH ചിന്തിച്ചതുകൊണ്ടാണ് അന്ന് യൂണിവേഴ്സിറ്റി വന്നത്. പിന്നെ ഞാൻ വന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ലോഡ് വളരെ കൂടുതലായിരുന്നു. അത് പിന്നെയും രക്ഷപ്പെടണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വേണം തീരുമാനിച്ചു, കൊണ്ടുവന്നു. ഇടതുപക്ഷം ചെയ്തത് എന്താണെന്ന് പറയുക, ആകെ ചെയ്തൊരു കാര്യം, മലബാറിൽ നിന്നായിരുന്നു നാട്ടിരുന്ന പേര്, അത് കണ്ണൂർ നാട്ടി. അന്ന് ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ മലബാറിനുള്ള പേര് കണ്ണൂരാക്കിയത്? അതിൽ അവരൊരു പൊളിറ്റിക്സ് ഉണ്ട്, അത് വേറെ കാര്യം, അതിപ്പോൾ പറയുന്നില്ല. അതേ അവർ ചെയ്തിട്ടുള്ളൂ. ഈ യൂണിവേഴ്സിറ്റി രണ്ടും ഞങ്ങളുടെ കാലത്ത് വന്നതാണ്. മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എൻ്റെ സുഹൃത്തുക്കൾ ചർച്ച ചെയ്ത് പലരും സംശയം ചോദിക്കുന്ന പോലെ പോപ്പുലേഷൻ വൈസ് ഓട്ടോമാറ്റിക് ഗ്രോത്ത് അല്ല, അതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ഫോഴ്സിൻ്റെ നിശ്ചയദാർഢ്യമാണ് വളരെ ശൂന്യതയിൽ നിന്നും കേരളത്തിൽ മലബാർ പ്രദേശത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഓരോ സ്ഥാപനത്തിൻ്റെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. മലബാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 50% ന്യൂനപക്ഷ വിഭാഗത്തിന് പഠിക്കുവാനുള്ള സമ്മതത്തോടുകൂടിയുള്ള ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഈ ഇരിക്കുന്ന ഫസൽ ഗഫൂർ നേതൃത്വം കൊടുക്കുന്ന MAസിനെ കുറിച്ച് എൻ്റെ പാർട്ടി ഭരണത്തിലിരിക്കുന്ന സമയത്താണ്. എനിക്ക് വേറെ അതിൽ താല്പര്യമില്ല. പെൺകുട്ടികൾ, ഡിഗ്രി എടുത്ത പെൺകുട്ടികൾ ഇവിടെയുണ്ട്. മഞ്ചേരിയിൽ പെൺകുട്ടികൾക്ക് ഞങ്ങൾ കോളേജ് കൊണ്ടുവന്നപ്പോൾ കൊരമ്പേൽ അഹമ്മദ് ഹാജിക്ക് പാരലൽ കോളേജ് കൊടുത്തു വന്ന് ചീത്തപ്പേര് കേട്ട ആളാണ് ഞങ്ങൾ. ഈ എൻ്റെ മിനിസ്ട്രി 2006 ഞാൻ പിരിഞ്ഞു പോരുന്ന സമയത്ത് 3 കോളേജ് കൊടുത്തു കേരളത്തിൽ. ഒന്ന് പാലക്കാടിൻ്റെ കിഴക്കൻ പ്രദേശം, ഒന്ന് അത് ഗവൺമെൻറ് കോളേജാണ്, മറ്റൊന്ന് പുതുപ്പള്ളിയിൽ SNDPക്ക് കൊടുത്തു, വേറൊന്ന് നിലമ്പൂർ എത്തിങ്ഖാനക്ക് കൊടുത്തു. ഞാൻ ഇപ്പോൾ ഈ കോഴിക്കോട് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണ് സാഫി, ഫസലുഫറിനറിയാം. 7 കോഴ്സോട് വിളിച്ചാൽ സാഫിക്ക് ഞങ്ങൾ സമ്മതം കൊടുത്തത്, JDTക്ക് ഞങ്ങൾ അങ്ങനെ കൊടുത്തത്, കൊടുവള്ളി എത്തിങ്ഖാനൊക്കെ ഞങ്ങൾ അങ്ങനെ കൊടുത്തത്. എവിടെയായിരുന്നു ഈ സിദ്ധാന്തം പറയുന്ന ആളുകൾ? ലീഗ് എന്ത് ചെയ്തുവെന്ന് ചോദിക്കുന്നതോട് ഞാൻ ചോദിക്കട്ടെ, ഈ ചോദിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ചെയ്തതല്ലാതെ, UDFൽ നിന്ന് ചെയ്തതല്ലാതെ മൗലികമായി മലബാറിൻ്റെ മാറ്റത്തിന് മറ്റൊരു കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നുണ്ട്, ഭരണത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും സമുദായത്തിൻ്റെ ശക്തി അതിന് പിന്നിലുണ്ടായി, സമൂഹത്തിൻ്റെ ശക്തി ഇതിലുണ്ടായിരുന്നു. മലബാറിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നില്ല, എല്ലാം ഞങ്ങളെ കൊണ്ടാണ് നടന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു എയർപോർട്ടിൻ്റെ കാര്യം, ഇവിടെ സംസാരിച്ചോന്ന് എനിക്കറിയില്ല. എത്ര കാലമായിട്ട് പറയാൻ തുടങ്ങിയിരുന്നു ഇവിടെ എയർപോർട്ടിൻ്റെ കാര്യം? വിദേശ വിമാനങ്ങൾ വരുന്നില്ല, ഉള്ള എയർപോർട്ട് ഇല്ല, മലബാറിൽ ചിറക് മുളക്കണം. ഇത്ര കൊല്ലം ഇവരൊക്കെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാണ് അവിടെ കൊണ്ടുവന്നത്? ഞങ്ങളാണ് കൊണ്ടുവന്ന് ഞാൻ പറയുന്നത്. മലബാറിൻ്റെ വികസനത്തിൽ ശ്രദ്ധേയമായ നാഴികക്കല്ലാണ് ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ കേരളത്തിൽ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള ഏത് എഡ്യൂക്കേഷൻ സ്ഥാപനമാണുള്ളത്? ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന IIM അല്ലാതെ. IIM ഞാൻ മിനിസ്റ്ററായ സമയത്ത് ഡൽഹിയിൽ പോയിട്ട് അന്ന് IITക്ക് പോയതാ, കിട്ടിയത് IIM. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 IIM ആണ് കാലിക്കറ്റ് IIM എന്ന് പറയുന്നത്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടുവന്നു. ആരുടെ കാലഘട്ടത്തിലാവട്ടെ. മലബാർ എന്ന് പറയുന്നത് നിങ്ങൾ ആകെ ഒരു പാതാളമാണെന്നുള്ള നിലയിൽ വ്യാഖ്യാനം കൊടുക്കുകയും ഇവിടുത്തെ ജനപ്രതിനിധികളൊന്നും ചെയ്തില്ലെന്ന ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത് വസ്തുതാപരമായ തെറ്റാണ് എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, റോഡ് വികസനം. എൻ്റെ പാർട്ടിയിൽ ആൾ തന്നെയായിരുന്നു മന്ത്രി, CH മന്ത്രിയായിരുന്നു, PM മന്ത്രി എന്നൊക്കെ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന സ്നേഹിതന്മാർ പലരും, ഞാൻ വേറൊരു സ്ഥലത്തെ താഴ്ത്തി പറയാനല്ല, നിങ്ങൾ തെക്കോട്ട് പോയി നോക്ക്. നിങ്ങൾ കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ ഈ മലബാറിലെ സ്ഥലത്ത് നടക്കും നിങ്ങൾ, അപ്പോഴേ ഈ സംഗതി മനസ്സിലാവും. കാരണം എന്താ അറിയൂ, പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, അതിൻ്റെ പുറമെ ചെറിയ ചെറിയ കുറച്ച് നഗരങ്ങളുണ്ടാകും. ഉള്ളോട്ടുള്ള ഗ്രാമപ്രദേശങ്ങളുടെ സ്ഥിതി എന്താണ്? അവിടുത്തെ റോഡ് അക്സസിബിലിറ്റി എന്താണ്?
ഈ മലബാർ ഞാൻ എല്ലായിടത്തൊന്നും ഞാൻ മിക്കവാറും ഈ ലീഗിൻ്റെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ നടക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ഗ്രാമത്തിൽ ഞാൻ എൻ്റെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഓട്ടോറിക്ഷയെങ്കിലും പോകാത്ത ഒറ്റ സ്ഥലമില്ല. എന്തുകൊണ്ടാണ് കിട്ടിയത്? ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾ, പഞ്ചായത്താവട്ടെ, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ആവട്ടെ, അസംബ്ലിയിൽ നിന്നാവട്ടെ, പാർലമെൻറ്റിൽ നിന്നാകട്ടെ, MP കൊണ്ടുകൊണ്ടാവട്ടെ, കൊണ്ടുവന്ന ഡെവലപ്മെൻ്റാണ് മലബാറിൽ നിന്ന് കാണുന്നത്. മലബാറിൽ നിങ്ങൾക്ക് ഏതൊരു സ്ഥലത്തും റോഡ് ആക്സസിബിലിറ്റി ഉണ്ട്. ആ വിധത്തിൽ ഇവിടെ കൊണ്ടുവരുന്നതിന് ആരെന്ന് ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല. സത്യം എന്തിനാണ് അംഗീകരിക്കാതിരിക്കുന്നത്? ഞാൻ വസ്തുതകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിലെ തെക്കൻ പ്രദേശത്തുള്ളതിനേക്കാൾ എത്രയോ റോഡ് ആക്സസിബിലിറ്റി, ബ്രിഡ്ജസ് ഈ മലബാർ പ്രദേശത്തുണ്ട്. ഇനി വേണ്ടതല്ലേ? വേണ്ടതുണ്ട്, ധാരാളം കാര്യങ്ങൾ വേണ്ടതുണ്ട്. ഇതില്ലല്ലോ നമ്മളെ റെയിൽവേ ഓവർബ്രിഡ്ജ് ഇവിടെ എത്ര ആൾ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടൊന്നുമല്ല, മലബാറുകാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കോഴിക്കോട് നിന്ന് കണ്ണൂർ എത്തുന്നതിനിടയിൽ 6 റെയിൽവേ ROB ഉണ്ട്. 2:30 മണി കഴിഞ്ഞു, ബാക്കി വർക്കാണ് നോക്കിയത്. ബൈപ്പാസ്, എത്ര ബൈപ്പാസുകളിലൂടെ വന്നു. ഈ മലബാറിൽ ഇടുങ്ങിയ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് പകരം മനോഹരമായ ആര് കൊണ്ടുവന്നു? ഞാനത് അവകാശം ഉന്നയിക്കാൻ വേണ്ടി പറയാം. ഞാൻ പറയുന്നത് ഒരുപാട് ദൂരം പോകാൻ മലബാറിൽ, പക്ഷേ ഒരുപാട് ദൂരം പോയിട്ടു, അത്ര ഞാൻ പറഞ്ഞു. മലബാറിൽ ഇനി പോകാനില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇനി എന്ത് വേണം? മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ പറയട്ടെ. ഈ വിദ്യാഭ്യാസത്തെ പറ്റി ഞാൻ പറഞ്ഞ സമയത്ത് ഇവിടെ പറഞ്ഞത്, വിഷയം അവതരിപ്പിച്ച സമയത്ത് ബഹാവുദ്ദീൻ സാഹിബ് പറഞ്ഞത് എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നറിയും നിങ്ങൾക്ക്? അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ബാക്കി സ്കൂള്, കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് മുന്നിൽ നിന്ന് എന്തുകൊണ്ടാണ് +2 പോയെന്നറിയും നിങ്ങൾക്ക്? അതിൻ്റെ കാര്യമുണ്ട്. അതാണ് ഡെവലപ്മെൻറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ടത്. +2 കൊടുത്തത് ഇടതുപക്ഷ മുന്നണിയുടെ കാലത്താണ് കൂടുതൽ. കാരണം എന്താ അറിയോ? അന്നാണ് പ്രീ ഡിഗ്രി കോളേജിൽ ഡീലിംഗ് ചെയ്തത്. ഞങ്ങളുടെ കാലത്ത് നടന്നില്ല. TM ജാക്ക് മന്ത്രിയായ സമയത്ത് പ്രശ്നമുണ്ടായി, ഞങ്ങളെക്കൊണ്ട് പറ്റിയില്ല. ഞാൻ പിന്നെ മന്ത്രിയായി വന്നു. ഞാൻ വിചാരിച്ചു പൊല്ലാപ്പനം നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നിന്നില്ല, ചെയ്തിട്ടില്ല, എൻ്റെ കാലത്ത് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പറ്റിയില്ല പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്യാൻ. ഇടതുപക്ഷ മുന്നണി വന്ന് പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തു. അപ്പോഴാണ് +2 കൊടുക്കാൻ അവസരം ഉണ്ടായത്. അതിനവർക്ക് രാഷ്ട്രീയമായിട്ട് എതിർപ്പിനെ അതിജീവിക്കാൻ അവർക്ക് ചില മാർഗങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അന്ന് സംഭവിച്ച വിവേചനമാണ് +2വിലുള്ളത്. അതല്ലാത്ത മറ്റൊരു രംഗത്തും ആ വിവേചനം ഉണ്ടായിട്ടില്ല. പിന്നെ ഇനി എന്ത് കാര്യം വേണം? ഇനി ഒരുപാട് വേണം. എന്താ മാർഗം? പ്രമേയം പാസ്സാക്കലും ജാഥ നടത്തലൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറയട്ടെ, രാഷ്ട്രീയമായ അഭിപ്രായ സമന്വയം ഉണ്ടെങ്കിലേ ഡെവലപ്മെന്റ് നടക്കും. ഒറ്റ കാര്യം, റോഡിൻ്റെ കാര്യം. റോഡ് എല്ലാ ദിവസവും ഇവിടെ ആക്സിഡൻ്റാണ്. 989-ൽ 15 ലക്ഷം വാഹനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കണക്കറിയോ നിങ്ങൾക്ക്? 40,25,350 വെഹിക്കിൾസ് ഉണ്ട് ഇവിടെ. ഇവിടെ റോഡ് വികസിച്ചോ? 15 ലക്ഷം വാഹനം 89-ൽ ഉണ്ടായിരുന്ന ഈ നാട്ടിൽ 40 ലക്ഷമായി. റോഡിൻ്റെ ഡെവലപ്മെന്റ് വന്നില്ല. ഒരു ദിവസം 1276 വെഹിക്കിൾ ഇവിടെ റോഡിൽ ഇറങ്ങുന്നുണ്ട്. എന്താ റോഡ് വികസിക്കാത്തത്? റോഡ് വികസിക്കാത്തത് ചില ആളുകളുടെ നിഷേധാത്മക സമീപനമുണ്ട്. ഇവിടെ എക്സ്പ്രസ് ഹൈവേ വന്നിരുന്നെങ്കിൽ എന്താ ദോഷം? അതിന് നിങ്ങളും കുറിച്ച് എതിർത്തു, നമ്മുടെ സോളിഡാരിറ്റിക്കാർ. നിങ്ങളും കൂടി കൊടുത്തത് വേണ്ടെന്ന് പറയാൻ കഴിയില്ല. ഞാൻ അതിനോട് നിങ്ങളോട് അഭിപ്രായ വ്യത്യാസം പറയല്ല. കോട്ടക്കിളങ്ങളുടെ യോഗത്തിൽ വന്ന് ഞാൻ അന്നേ പറഞ്ഞു, നിങ്ങൾ എടുക്കുന്ന സമീപനം ശരിയല്ല, ഇരിക്കട്ടെ. ഈ എക്സ്പ്രസ് ഹൈവേ ഇവിടെ മുനീർ ലാപ്ടോപ്പ് എടുത്ത് നാട്ടിലൂടെ നടന്ന എക്സ്പ്രസ് ഹൈവേ വന്നാലുള്ള ഗുണം രാജ്യത്തെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി. ആരും കേട്ടില്ല. മുനീർ നാടിൽ 2ആയിട്ട് വെട്ടിമുറിക്കുകയാണ്. അത്തലക്കലുള്ളവർക്ക് ഇത്തരക്ക് പോകാൻ ഒക്കില്ല, അവിടെ ഉള്ളവർക്ക് അവരെ കാണാൻ ഒക്കില്ല. എല്ലാവരും കൂടി പറഞ്ഞങ്ങ് തൊലച്ചു. എക്സ്പ്രസ് ഹൈവേ വന്നിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ഈ രാജ്യത്തിന്. ഇന്നിപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷക്കാർ ഏതായിരുന്നാലും എക്സ്പ്രസ് ഹൈവേ മാറ്റി വടക്ക് തെക്ക് ഹൈവേ എന്നാക്കി അതിന് പേര്. പക്ഷെ എത്ര കാലം കഴിഞ്ഞു, എത്ര സമയം പോയി. ഇവരൊക്കെ വിദേശത്തൊക്കെ പോയി വരുന്ന, ഞങ്ങളൊക്കെ പോയതാണ്. ലോകം എത്ര മാറിയിട്ടും നമ്മുടെ നാടിന് മാറാൻ കഴിയാത്ത എന്താണ്? ഒരു തരം വരട്ട് തത്വവാദങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള സമന്വയം ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ സ്വഭാവത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയേറെ ചെയ്യാൻ ഇനിയും റോഡ് രംഗത്തുണ്ട്. ഓവർബ്രിഡ്ജുകളുടെ കാര്യം അങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റു സംഗതികൾ, ഹെൽത്ത് രംഗം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയത്ത് പിന്നെ വലിയ കാര്യമായിട്ടില്ല, ആലപ്പുഴയും ഒന്നും കാര്യമായിട്ടില്ല, തൃശ്ശൂർ മോശമാണ്. പക്ഷെ വടക്കൻ മലബാറിലെ ഏക സ്ഥാപനമായിട്ടുള്ള ഈ മെഡിക്കൽ കോളേജ് വളരെ മോശമാണ് അതിൻ്റെ സ്ഥിതി. അത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. പോരായ്മ തന്നെയാണ്.
RCC. ഞാനിപ്പോൾ അവിടെ ഒരു CH സെൻ്റർ എന്ന് പറഞ്ഞിട്ട് നാട്ടിൻ്റെ നാനാഭാഗത്ത് വന്ന ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായിട്ട് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും മരുന്ന് വാങ്ങാനൊക്കെയുള്ള സ്ഥാപനം നടത്തുന്നുണ്ട്. എന്താ സ്ഥിതി? ഒരു വണ്ടി ഇവിടുന്ന് നാട്ടിൽ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ആ വണ്ടിയിൽ നല്ലൊരു ശതമാനം ആൾക്കാർ RCCയിലേക്ക് പോകുന്ന രോഗികളാണ്, അല്ലെങ്കിൽ ശ്രീചിത്രയിലേക്ക് പോകുന്ന രോഗികളാണ്. വടക്കൻ മലബാർ കഴസറോട് തൊട്ടങ്ങ് വരികയാണ് ആളുകൾ റേഡിയേഷൻ അതിൻ്റെ സംഗതിക്കും മറ്റ് കീമോതെറാപ്പി എല്ലാ സംഗതിക്കും വേണ്ടിയിട്ട് 1 മാസം 2 മാസം അവിടെ നിൽക്കുകയാണ്. അവർക്ക് ഞങ്ങൾ ചെറിയൊരു സഹായം ചെയ്യുന്നത്, ചെറിയ സഹായം തന്നെയാണ്, അതിലപ്പുറമൊന്നുമില്ല. എത്രയോ ആൾ മടങ്ങിപ്പോവുകയാണ്, അവർക്ക് അവിടെ കിടക്കാൻ സ്ഥലം കൊടുക്കാനില്ല. എന്തുകൊണ്ടാണ് മലബാറിൽ സത്യത്തിൽ ക്യാൻസർ ചികിത്സ പോലുള്ള കാര്യങ്ങൾക്ക് ഒരു സൗകര്യം വരാത്തത്? RCC പോലുള്ള മെഡിക്കൽ സ്ഥാപനം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വരണം? അതിനുവേണ്ടി കൂട്ടായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വസ്തുതകളായിട്ട് അംഗീകരിക്കുന്ന സമയത്ത് തന്നെ പോരായ്മകളായിട്ട് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ള സംഗതി. വ്യവസായം, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ വ്യവസായം വന്നില്ലല്ലോ. ഇവിടെ വ്യവസായം വരുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ വ്യവസായത്തിൻ്റെ സംഗതി ഇവിടെ ചിലരൊക്കെ ഇങ്ങനെ പറയാറ്, ഞങ്ങൾ തന്നെയാണ് വ്യവസായം കൈകാര്യം ചെയ്തത്, ലീഗിൻ്റെ മന്ത്രി. എന്നാലും ആ ഏത് മന്ത്രിയാവട്ടെ ഒരു വസ്തുത അംഗീകരിക്കണം. എന്താ അറിയോ, കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷന് പരിമിതിയുണ്ട്. കുഞ്ഞാലിക്കുട്ടിയല്ല, ഇളവരം കരീമല്ല, ആരായിരുന്നാലും ശരി, ഇവിടുത്തെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഫുഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട സംഗതി, അല്ലെങ്കിൽ IT ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള വ്യവസായം നിൽക്കുന്നല്ലാതെ മറ്റ് വ്യവസായം കൊണ്ടുവരാൻ ഇവിടെ ആര് വിചാരിച്ചാലും കുറച്ചൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനുള്ള കാരണം അറിയോ? ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞാലി സാഹിബിൻ്റെ സമയത്ത് ഒരുപാട് ഓടി പാഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബും പോയിരുന്നു അമേരിക്കയിൽ, കരീമും ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ടുണ്ട്, രാജ്യത്തിൻ്റെ പല ഭാഗത്തും പോയിട്ടുണ്ട്, ജിമ്മ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ നിങ്ങൾക്ക്? സത്യമാകാതെ ഇവിടെ എന്താ വ്യവസായം വരാത്തതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ സത്യം എന്നറിയോ? ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിൻ്റെ ലഭ്യത. ഇവിടെ തരിശുഭൂമി ഇല്ല. ഇവിടെ നിങ്ങൾക്ക് 100 ഏക്കർ 200 ഏക്കർ 50 ഏക്കർ വെച്ചിട്ട് ഇൻഡസ്ട്രി ആരംഭിക്കാൻ പറ്റില്ല. നമ്പർ 2, ഇത് ഇന്ത്യൻ്റെ തെക്കേ അറ്റത്തിന് മുൻപിലാണ്. ഇവിടെ നിന്നൊരു ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് വെരി ഹൈ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൾസോ ഈസ് ഹൈ. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഈ പെണ്ണ് നിങ്ങൾക്ക് 25 ഉറുപ്പ്യക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ 100 ഉറുപ്പ്യക്ക് ഉണ്ടാക്കണം. മാർക്കറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ ചെലവ്, ഭൂമിൻ്റെ ലഭ്യതയില്ലായ്മ. ഇവിടെ ഒരു ഇഞ്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 10 സെൻറ് ഉണ്ടെങ്കിൽ അവിടെ 2 കപ്പ് പോളത്തും. നമ്മുടെ നാടിൻ്റെ സ്ഥിതി അതാണ്. ഇവിടെ വേസ്റ്റ് ലാൻഡ് ഇല്ല. രണ്ടാമതൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ ഷോർട്ടേജ് ഉണ്ട്. മനുഷ്യനെന്നെ കത്തിക്കാൻ വേണ്ടത്ര വെളിച്ചമില്ലാത്ത നാട്ടിൽ ആരെ കൊണ്ടുപോയിട്ട് വ്യവസായം ഉണ്ടാക്കുക? പവർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഇവിടെ വരുന്നില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്. ആര് ഭരിച്ചാലും ഒരു സുപ്രഭാതത്തിലൊന്നും മാറ്റാൻ നോക്കില്ല. എറണാകുളത്ത് മാറ്റാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ ഈ മാവൂർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്ത്, യൂണിയൻ്റെ പ്രവർത്തനം നടത്തുന്ന കാലത്ത് മെച്ചപ്പെട്ട ഇൻഡസ്ട്രിയൽ റിലേഷൻ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്കാണ് പോകാറുള്ളത്, ഉദ്യോഗം ഉണ്ടല്ലേ. ഞാൻ എത്രയോ ദിവസം അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ കമ്പനിയിലെ സർവീസ് കണ്ടീഷൻ എന്താണ്, അവിടുത്തെ സ്ഥിതി എന്താണെന്നൊക്കെ ഇപ്പോൾ പോയി നോക്കി. ആലുവയിലൊക്കെ പോകുന്ന ആളുകളുണ്ടാവില്ല. ഇവിടെ പെരിയാറിൻ്റെ തീരത്ത് 2 സൈഡിലും ഇഷ്ടം പോലെ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ മദർ കമ്പനീസ് എന്ന് വിളിക്കാവുന്ന കമ്പനികൾ എല്ലാം പൂട്ടുകയാണ്. ടൈറ്റാനിയം, ഇന്ത്യൻ അലൂമിനിയം ചത്തതിനൊക്കെ പോയി ജീവിച്ചിരിക്കുന്ന നിലയിൽ നിൽക്കുകയാണ്. ഇന്ത്യൻ റയർ എർത്ത്, ഈവൻ FACT, ഉദ്യോഗമണ്ഡലം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ കമ്പനീസും തകർച്ചയിലേക്ക് പോയി. ഇൻഡസ്ട്രിയലൈസേഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏക സാധ്യത എന്ന് പറയുന്നത് IT ബേസ്ഡ് ആയിട്ട് ഇൻഡസ്ട്രീസിന്, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് സംബന്ധമായിട്ട് ഇൻഡസ്ട്രീസിന് അതാണ്. അത് കൊണ്ടുവരുന്ന ഇനിയും സാധ്യതകളുണ്ട്. ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് കിൻഫ്ര പോലുള്ള സ്ഥാപനങ്ങൾ വന്നു. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് അംഗീകരിക്കുന്ന ടെക്നോ പാർക്ക് വന്നു. അതൊക്കെ വേറെ കാര്യം. മലബാറിൽ ഇനിയും അത്തരം ഇൻഡസ്ട്രീസിന് സാധ്യതയുണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്തണം. ഞാൻ പറയുന്നത് വരുന്നത് ഇനിയും എത്രയോ ദൂരം പോകാനുണ്ട്. ഇറിഗേഷൻ സൈഡിൽ നിൽക്കാനുണ്ട്. പ്രോജക്റ്റുകൾ പൂർത്തിയാവുന്നില്ല. ഞാൻ മന്ത്രിയായിട്ടും ചമ്രവട്ടം പ്രോജക്റ്റ് പൂർത്തിയായിട്ടില്ല. ഞാനത് അഡ്മിറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ മന്ത്രിയായിരുന്നു. തിരൂർ ഇക്കരയാണ് ചമ്രവട്ടം, അക്കരെ പൊന്നാനിയാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. അതിന് പല ജാതി പ്രശ്നങ്ങൾ വന്നു. അതായത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പ്രോജക്റ്റ് അല്ലേ, ഇപ്പോൾ അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ആഴക്കട്ട ഏരിയ ഒക്കെ ഇപ്പോൾ പല വഴിക്ക് പോയി. അവിടെ ഇറിഗേഷൻ്റെ പർപ്പസ് ഇല്ല, മൾട്ടിപർപ്പസാണ് ചമ്രവട്ടം. എത്രയോ കോടി തൊളിച്ചു. ഇപ്പോഴും ചമ്രവട്ടം യാഥാർത്ഥ്യമായിട്ടില്ല. കൂട്ടായ റെഗുലേറ്റർ ബ്രിഡ്ജ് പോലത് എൻ്റെ പീരിയഡിൽ തന്നെ വന്നു. നമ്മുടെ കവണക്കല്ല് പോലത് വന്നു. പക്ഷേ എന്നാൽ പോലും ഇറിഗേഷൻ രംഗത്ത് നമുക്ക് സത്യത്തിൽ ദക്ഷിണ കേരളത്തിലെ ഇറിഗേഷൻ പ്രോജക്റ്റ് പൂർത്തിയായതുപോലെ നമുക്ക് സ്പീഡില്ല. വളരെ പിന്നിലാണ് നമ്മൾ. അപ്പോൾ അതെല്ലാം ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയുടെ കാര്യത്തിൽ യോജിപ്പ് വേണം. അതിൻ്റെ ഇടയിൽ
കുത്തി നോവിക്കുന്ന അജണ്ട വെച്ചിട്ട് നടത്തിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഈ മലബാറിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയിൽ കണ്ണിചേരാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. മലബാറിന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താം. മലബാറിന്റെ പിന്നോക്കാവസ്ഥയോ വിവേചനമോ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വിലപ്പെട്ട അതിഥിയെയാണ് നമുക്ക് ഏറ്റവും അവസാനമായി കിട്ടിയത്, ബഹുമാന്യനായ AT മുഹമ്മദ് ബഷീർ. കാരണം കേരളം ഉണ്ടായിട്ടിപ്പോൾ ഏതാണ്ട് 50 കൊല്ലമേ ആയിട്ടുള്ളൂ. ആ 50 കൊല്ലത്തിൽ 34 കൊല്ലം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മലബാറിലെ മന്ത്രിമാരാണ്. അതിൽ 25 വർഷം കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ്. അതിലെ ബഹുമാന്യനായ വ്യക്തിത്വമാണ് AT മുഹമ്മദ് ബഷീർ എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം പറയുന്നത് ആധികാരികമാണ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ബഹുമാന്യനായ മന്ത്രി സൂപ്പി റിലീസ് ചെയ്ത, പ്രകാശനം ചെയ്ത ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിൽ, ഈ മഞ്ഞ പുസ്തകം. ഇത് SIO പുറത്തിറക്കിയതാണ്. അദ്ദേഹമാണ് അതിന്റെ പ്രകാശന കർമ്മം കോഴിക്കോട് പ്രസ് ക്ലബ് ഹാളിൽ നിർവഹിച്ചത്. ആ പുസ്തകത്തിലെ ചില കണക്കുകൾ മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കാര്യത്തിലുള്ള ഈ പുസ്തകം മുഴുവൻ വായിച്ച ശേഷമാണ് ബഹുമാന്യനായ മുൻ മന്ത്രി സൂപ്പി ഇത് പ്രകാശനം ചെയ്തത്. അതിൽ ബിരുദ കാര്യത്തിൽ പറഞ്ഞു, കേരളത്തിലെ ആകെ ബിരുദ സീറ്റ് കേരളത്തിലെ കോഴിക്കോട് സർവകലാശാലയ്ക്കും അതുപോലെ കണ്ണൂർ സർവകലാശാലയ്ക്കും കീഴിൽ, ഇത് രണ്ടുമാണ് 5 ജില്ലകളെ പ്രതിനിധാനം ചെയ്യുന്ന 2 സർവകലാശാലകൾ. ആ രണ്ടിടത്തും കൂടിയിട്ട് 15,000 സീറ്റ് കോഴിക്കോടും 5,000 സീറ്റ് കണ്ണൂരും, അങ്ങനെ 20,000 സീറ്റാണ് നമുക്കാകെയുള്ളത്. അതേസമയം തിരുകൊച്ചി, തിരുമനസ് എന്ന് പറയും പോലെ നമ്മളെ കൊണ്ട് തിരുകൊച്ചി എന്ന് വിളിപ്പിക്കുന്ന തിരുകൊച്ചി ഭാഗത്ത് 30,000 സീറ്റാണ് ബിരുദത്തിനുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് എഞ്ചിനീയറിംഗിന്റെ കാര്യം. എഞ്ചിനീയറിംഗിന്റെ കാര്യവും കണക്കുകൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം 19, MGക്ക് കീഴിൽ 22, രണ്ടും കൂട്ടിയാൽ എത്രയായി? 41. കാലിക്കറ്റിന് കീഴിൽ 18, കണ്ണൂരിന് കീഴിൽ 5, രണ്ടും കൂട്ടിയാൽ അതാണ് എഞ്ചിനീയറിംഗ് സീറ്റുകളുടെ കാര്യം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കാലയളവിലെ കണക്ക് കൂട്ടിയാൽ ഏകദേശം 20,000-ഓളം സീറ്റുകൾ സ്വാശ്രയ മേഖലയിലാണ് അനുവദിച്ചിട്ടുള്ളത്. ആ സ്വാശ്രയ മേഖലയിൽ 20,260 സീറ്റുകൾ സ്വാശ്രയ മേഖലയിൽ അനുവദിച്ചപ്പോൾ നമ്മുടെ മലബാറിലുള്ളത് 3,480 സീറ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ വളരെ ശരിയാണ്. LP സ്കൂളിന്റെ കാര്യത്തിൽ രാവിലത്തെ ശില്പശാലയിൽ നിങ്ങളെ കണക്ക് വെച്ചത് ബോധ്യപ്പെടുത്തി. 2 കാര്യത്തിൽ മലബാർ മുമ്പിലുണ്ട്. ഒന്ന് LP സ്കൂളിലെ പഠനത്തിന്റെ കാര്യത്തിലും, രണ്ടാമത് കൂടുതൽ ബാത്റൂമുകളുള്ള സ്കൂളുകൾ മലബാറിലാണ് എന്നത്. ഇത് 2 കാര്യത്തിലാണ് മുന്നിൽ നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ കണക്കുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് കണക്കാണ്, എന്റെ വകയല്ല, എനിക്ക് ആ കാര്യത്തിലെ വിശദാംശങ്ങൾ അറിയില്ല. പക്ഷേ ഈ പുസ്തകം കേരളത്തിന്റെ, മലബാറിന്റെ മാത്രമല്ല കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വളരെ സുപ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് കണക്കുകളുടെ സാമ്പിൾ മാത്രമാണ്. അങ്ങോട്ട് എത്ര വേണമെങ്കിലും ഒരുപാട് കണക്കുകളുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കണക്കിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം ഈ വസ്തുതകൾ തിരുത്തിയ ശേഷമല്ലാതെ അത് വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വിനീതമായി ഇവിടെ നിന്നുകൊണ്ട് അറിയിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ വികസനം, ഒരു എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം പറഞ്ഞു. തീർച്ചയായും സോളിഡാരിറ്റി എന്ന് കേൾക്കുമ്പോൾ എക്സ്പ്രസ് ഹൈവേ എന്ന് ഓർമ്മ വരാതിരിക്കാൻ സാധ്യമല്ല. ഞാൻ ഈ സദസ്സിൽ വെച്ചിട്ട്, ഈ ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേയെ കുറിച്ചുള്ള ആദ്യത്തെ ജനകീയ സംവാദം സംഘടിപ്പിച്ചപ്പോൾ, ഈ ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചപ്പോൾ, അന്ന് നമ്മൾ വളരെ വിനീത വിധേയരായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രിയോട് പറഞ്ഞതാണ്, ഇവിടെ വന്നുകൊണ്ട് ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണം. എക്സ്പ്രസ് ഹൈവേ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് യോജിച്ചതാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണക്കും. അല്ലെങ്കിൽ ചുരുങ്ങിയത് നിങ്ങളുടെ വകുപ്പിലെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെങ്കിലും അയച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കണം. പക്ഷേ ആ ദൂരീകരണം സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരിക്കലും ദൂരീകരിക്കപ്പെടാത്ത സംശയങ്ങൾക്കും ആശങ്കകൾക്കും പിന്നിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ കുടിപ്പാടങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് സോളിഡാരിറ്റി ആ സമരത്തിൽ ഇടപെട്ടത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ആ എക്സ്പ്രസ് വേ സമരം മലബാറിലെ കുറെ കുടുംബങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല.
അല്ലെങ്കിൽ പ്ലാച്ചിമടയിലെ സമരം ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും മലബാർ സമരം എന്ന് പറയുന്നത്, മലബാർ പ്രക്ഷോഭം എന്ന് പറയുന്നത്, മലബാർ വിവേചനത്തിനെതിരായ സമരം എന്ന് പറയുന്നത് മലബാറുകാരുടെ സമരമല്ല. അതുകൊണ്ടാണ് ഈ ശില്പശാലയിലെ ഏതെങ്കിലും ഒരു വിഷയാവതരണത്തിന്റെ സന്ദർഭത്തിൽ ഒരിക്കലും ഗഫൂർ പുതുപ്പാടി സാഹിബിന്റെ പ്രസംഗം ഒഴിച്ചു നിർത്തിയാൽ ഒരിക്കലും തന്നെ ലീഗ് മന്ത്രിമാരെ കുറിച്ചോ അത്തരമൊരു പരാമർശമോ ഇവിടെ ഉണ്ടായില്ല. കാരണം അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഈ മലബാർ പ്രശ്നം എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്, ഈ നാടിന്റെ പ്രശ്നമാണ്, ഈ ഭരണകൂടത്തിന്റെ പ്രശ്നമാണ്. ആരെങ്കിലും പരസ്പരം വിചാരണ ചെയ്യേണ്ട പ്രശ്നങ്ങളല്ല ഇത്. മറിച്ച് ഇത് ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വികസനം, ഒറീസ എന്ന് പറയുന്നത് ഒറീസക്കാരുടെയും ക്രിസ്ത്യാനികളുടെയും വിഷയമല്ല, അത് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ പ്രശ്നമല്ല, അത് ഇന്ത്യ ഗവൺമെന്റിന്റെയും ഇന്ത്യ ജനതയുടെയും മതേതരത്വത്തിന്റെയും പ്രശ്നമാണ്. അതുതന്നെയാണ് ഈ ലോകത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ കാണുന്നത്. ഇത് ജനതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മലബാർ എന്ന വിഷയം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തല തടിച്ച ഒരു വികസനമാണ്. ശരീരത്തിന്റെ ഏത് ഭാഗം തടിച്ചു കഴിഞ്ഞാലും അത് വൈകൃതത്തിലേക്കാണ് നയിക്കുക. തലതടിച്ച ഒരു വികസനം, തലതടിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ എവിടെയാണ് കാണുന്നത്? കാസർഗോഡിലെ എൻഡോസൾഫാൻ ഭൂമിയിലാണ് കാണുന്നത്. ആ കുഞ്ഞുങ്ങൾ അധികകാലം ജീവിച്ചിരിക്കില്ല. അതുപോലെ തന്നെ തലതടിച്ച കേരളത്തിന്റെ വികസനം അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. സർവൈവലിന് അത് ഫിറ്റല്ല. അതുകൊണ്ട് ഈ തലതടിച്ച കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തെ തന്നെ തകർക്കുമെന്നതുകൊണ്ട് ഇതൊരു കേരള ഇഷ്യൂ ആണ്, സത്യത്തിൽ മലബാർ ഇഷ്യൂ ആണെന്ന് സോളിഡാരിറ്റി കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ മലബാറുകാരായ മന്ത്രിമാരെ കുറിച്ചല്ല നമ്മൾ വിചാരണ ചെയ്യുന്നത്, കേരളത്തിന്റെ വികസന നയങ്ങളെ കുറിച്ചാണ് തീർച്ചയായും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഈ ജനപ്രതിനിധികളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കറിയാം, മലബാർ എക്സ്പ്രസ്, ആകെ നമുക്കൊരു എക്സ്പ്രസ് ആയിട്ടുള്ളത് ഒരു മലബാർ എക്സ്പ്രസ് ആണ്, കാര്യമായ ഒരു എക്സ്പ്രസ്. പക്ഷെ നമ്മൾ മലബാറിന്റെ കാര്യം മൊത്തത്തിലെടുത്ത പാസഞ്ചർ ആണെന്നുള്ള വേറെ കാര്യം. ഈ മലബാർ എക്സ്പ്രസിൽ ഫസ്റ്റ് ക്ലാസ് ചെന്നോക്കിയാൽ നിങ്ങൾക്കറിയാം, തലയണയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്ന ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. നേരത്തെ ബഹുമാനീയനായ സുജനപാൽ പറഞ്ഞല്ലോ, ഞങ്ങൾ ദേശീയ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾ. എങ്കിൽ പിന്നെ എന്തിനാ കേരള ഹൗസ് അവിടെ ഉണ്ടാക്കിയിട്ട് ഡൽഹിയിൽ ആ കേരള ഹൗസ് പോയിട്ട് സാമ്പാറും ചോറും നിന്നിട്ടാണ് ഈ പറയുന്നത് ഞങ്ങൾ ദേശീയ പ്രസ്ഥാനമാണ്? നമുക്ക് ചോദിക്കാനുള്ളത്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഇഷ്യൂ ആണിത്. ന്യൂനപക്ഷ സെൽ എന്തിനാ ഉണ്ടാക്കിയത്? ന്യൂനപക്ഷങ്ങളുടെ ഗവൺമെന്റ് അല്ലല്ലോ ഇത്. ഇതുപോലെ മലബാർ എന്നുള്ള വിഷയം ഈ രാജ്യത്തിന്റെ വിഷയമാണ്, ഈ സംസ്ഥാനത്തിന്റെ വിഷയമാണ്. അത് ആ നിലക്കാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിന്റെ അജണ്ടയായി ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തയ്യാറാകണം എന്നതാണ് സോളിഡാരിറ്റിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇവിടെ പണ്ടൊക്കെ പറയുന്ന ഒരു ചെല്ലുണ്ട്, തെക്കനെയും മൂർഖനെയും കണ്ടാൽ ആദ്യം ആരെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു വരാറുണ്ട്. ഇത് തെക്കൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് തെക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യനെയല്ല. തെക്കൻ എന്നത് ഒരു സമ്പർക്കമാണ്. ആ സമ്പർക്കത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കാലങ്ങളായി അധികാരവും അതുപോലെ തന്നെ ബ്യൂറോക്രസിയും കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലതടിച്ച ഒരു വികസനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിനോട് എതിർപ്പാണ് സത്യത്തിൽ തെക്കനെയും മൂർഖനെയും കണ്ടാൽ ആരെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അത് നമ്മൾ ഇത്തരം ഒരു ദേശീയത, ഉപദേശീയത നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു സംസ്ഥാനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്. ഞാൻ മനസ്സിലാക്കുന്നു, എന്തിനാണ് നമുക്കൊരു സംസ്ഥാനം? നമ്മൾ SSLC ബുക്ക് പൂരിപ്പിച്ചപ്പോൾ നാഷണാലിറ്റി എന്നതിനെതിരെ ഇന്ത്യൻ എന്നാണ് എഴുതിയത്, സ്റ്റേറ്റ് എന്നുള്ളതിനെതിരെ കേരളം എന്നാണ് എഴുതിയത്. അങ്ങനെ കേരളം എന്ന സംസ്ഥാനത്ത് ജീവിച്ച് ജനിച്ച് ഇവിടുത്തെ വായു ശ്വസിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാപ്പയും അച്ഛന്മാരും കൊടുത്ത നികുതിയുടെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട അവകാശത്തെ പിടിച്ചെടുക്കാൻ സാധിക്കാതെ ഭീരുക്കളായിട്ട് മറ്റൊരു സംസ്ഥാനം കൊണ്ട് എന്തിനാ പോകുന്നത്? നമ്മൾ പറയുന്നത് ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജന്മാവകാശം, ഈ മലബാറിന്റെ അവകാശം മാത്രമല്ല, കേരളീയന്റെ ജന്മാവകാശമാണ് നീതിപൂർവമായ വിതരണം എന്ന് പറയുന്നത്. നമ്മൾ അതിനുവേണ്ടിയാണ് നിലകൊള്ളേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് തീർച്ചയായും ഈ സമരത്തെ കേരളത്തെ തന്നെ കയ്യിലെടുക്കുന്ന, കേരളത്തിലെ തന്നെ നീതിബോധത്തിന് വേണ്ടിയുള്ള, കേരളത്തിലെ തന്നെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പലപ്പോഴും പറയാറുള്ള, മലബാർ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത്, നിങ്ങൾക്ക് ഗൾഫ് പണമില്ലേ എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, അതുപോലും ശുദ്ധമായ കളവാണ്. നിങ്ങളുടെ വികസനം, ഗൾഫ് എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടില്ലെങ്കിൽ ദാവൂദ് പറഞ്ഞതുപോലെ ഗൾഫ് പണത്തിന്റെ പങ്ക് നമ്മൾ നിഷേധിക്കേണ്ട. പക്ഷേ ഈ സംസ്ഥാനത്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഗൾഫ് പണം വരുന്നത്? ഒരു സംശയം വേണ്ട, 2 ജില്ലകളിലാണ്. ഒന്ന് തൃശ്ശൂർ, ഒന്ന് പത്തനംതിട്ട. അതിന്റെ കണക്കുകൾ പഠിച്ചവർ പറയുന്നുണ്ട്, തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗൾഫുകാരൻ ശരാശരി, ഗൾഫുകാരൻ മാത്രമല്ല വിദേശി ശരാശരി 51,000 രൂപ ഈ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഈ മലബാറിലെ കണ്ണൂരുകാരന് അയക്കുന്ന തുകയുടെ അളവ് 15,000 രൂപ മാത്രമാണ് ഒരു വർഷം. അതിന്റെ ശരാശരിയാണത്.
അതുകൊണ്ട് ഇവിടെ ഗൾഫ് പണം ഒഴുകുന്നു, ഇവിടെ കള്ളപ്പണം ഒഴുകുന്നു, അതുകൊണ്ട് വികസനം ആവശ്യമില്ല എന്ന രീതിയിലുള്ള കുപ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ നാടിന് അർഹതപ്പെട്ട വികസനം എന്ന് പറയുന്നത് ഈ നാടിന്റെ ബജറ്റുമായി കൂടി ബന്ധപ്പെട്ടതാണ് എന്നതാണത്. അതുകൊണ്ട് ഈ മലബാറിന്റെ വികസനം എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ നിലനിൽപ്പുമായി, ഈ രാജ്യത്തെ ജനാധിപത്യവുമായി, ഈ രാജ്യത്തെ മനുഷ്യത്വപരമായ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് എന്നതുകൊണ്ടാണ് പിന്നെ തീർച്ചയായും നമ്മൾ ഇത് ഏറ്റെടുക്കുന്നത്. തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നി ഇവിടെ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അവരുടെ കച്ചവട മുതലുകൾ കൊള്ളയടിക്കുന്നതിനെ എതിർത്തു എന്ന് പറയുന്നത് കേട്ടു. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആലി മുസല്ലിയാർ, കുഞ്ഞാലി മരക്കാർ അവരുടെ അവരുടെ കച്ചവട മുതലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ല പോരാടിയത്, മറിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സോളിഡാരിറ്റി എന്ന് പറയുന്നത് മലബാറുകാരുടെ അവകാശം സംരക്ഷിക്കുക എന്നതല്ല, അതിലപ്പുറം ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും നീതിയും സംരക്ഷിക്കുക എന്ന പോയിന്റിലാണ് സോളിഡാരിറ്റി പോരാടാൻ ഉദ്ദേശിക്കുന്നത്. ആ പോരാട്ടം തീർച്ചയായും വിജയത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിന്റെ ഉന്തും തള്ളുകളും ആവശ്യമായി വരും. നമുക്ക് ഈ രാജ്യത്തെ ഭരണകൂടത്തോട് പറയാനുള്ളത് അതാണ്. പോലീസ് വലയം ഭേദിക്കാൻ സാധിക്കുന്ന ഒരു യുവത്വം ഈ നാട്ടിലുണ്ടെങ്കിൽ ബ്യൂറോക്രസിയുടെ വലയം ഭേദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി നീതി സംജാതമാക്കുവാൻ സാധിക്കുന്ന ഒരു പുതിയ തലമുറ ഈ രാജ്യത്ത് ഉയർന്നു വരുന്നു എന്നതിലാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായും പടച്ചതമ്പുരാൻ സഹായിക്കുമെങ്കിൽ ഈ മലബാറിലെ ജനങ്ങൾ നീതിയുടെ ഒരു സുപ്രഭാതത്തെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ സമരപ്രഖ്യാപന സമ്മേളനത്തിന്റെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സോളിഡാരിറ്റിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്